ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്നും നാളെയും കഥയില്ല. ഇനിയിപ്പം നമുക്ക് തിങ്കളാഴ്ച മാത്രമേ കഥയുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും കഥയിലേക്ക് കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതി കുറേ സാധനങ്ങൾ എക്സ്ട്രാ ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുകയാണ്. അപ്പം ശ്രുതി വരുത്തിയ കുറേ ഐറ്റംസിന്റെ പേര് പോലും നമ്മുടെ സച്ചി അത് കേട്ടിട്ട് പോലും ഇല്ല. ഏതായാലും സച്ചി ഇത് സമ്മതിച്ചു കൊടുക്കില്ല. സച്ചി 4,500 രൂപ കൊടുക്കത്തുള്ളൂ, ബാക്കി പൈസ ശ്രുതി തന്നെ കയ്യിൽ നിന്നിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ശ്രുതി കൊടുക്കണം എന്ന് പറഞ്ഞാണ് അവിടെ തർക്കം നടക്കുന്നത് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതി ആണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് എന്താ പറയുക, രേവതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം രേവതി കൊടുത്ത ലിസ്റ്റ് അല്ല അതിൽ വന്നേക്കുന്ന സാധനങ്ങളൊന്നും. അതുപോലെ തന്നെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ പക്ഷം പിടിച്ചിട്ട് ചന്ദ്ര പറയുന്നത് അത് കഴിക്കുന്നതിന് ഇപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത്, അത് കഴിക്കുന്നത് നല്ലതാണ്, ശ്രുതിമോൾ അത് കഴിക്കുന്നത് കൊണ്ടല്ലേ മേടിക്കുന്നത്, ഈ വീട്ടിലൊരു അംഗമല്ലേ ശ്രുതിമോള്, അപ്പോൾ അവയ്ക്കും ഈ ലിസ്റ്റ് എഴുതാനുള്ള അവകാശമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് നിന്ന് തുള്ളുകയാണ്. സച്ചി വിട്ടുകൊടുക്കുമോ? സച്ചിക്ക് അവിടെ ഇവിടെയും ഒക്കെ കടം വരുത്തി വെച്ചിരിക്കുകയാണ്. അപ്പം സച്ചിക്ക് ഇതെല്ലാം ചെയ്യണമെങ്കിൽ സച്ചിക്ക് എല്ലാം ഒരു ഓർഡറായിട്ട് കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ സച്ചി പറഞ്ഞു, ഞാൻ 4,500 രൂപ കൂടുതൽ തരില്ല, ഇവൾ ഒരു കാര്യം ചെയ്യുക, ഇവളുടെ കെട്ടിയോൻ കൊടുക്കട്ടെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എല്ലാവരും ചെലവിന് കൊടുക്കേണ്ട അവകാശമുണ്ട് എല്ലാവർക്കും. ഇതിപ്പം ഞാൻ തന്നെ കഴുത കിടന്ന് ചുമക്കുന്നത് പോലെ ഞാൻ തന്നെ എനിക്ക് തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് എന്താ ഇത്ര ഇത്? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെ ഭാര്യയുടെ എൻ്റെ കാര്യം നോക്കിയാൽ മതി. പിന്നെ ഞാൻ മാന്യമായിട്ട് ഇവിടെ എല്ലാവരുടെയും കാര്യം ഇത്രയും നാളും നോക്കി. ഇനി എനിക്ക് ആരെ അങ്ങനെ വെറുതെ നോക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങ് വന്ന് പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, അതെ നിർത്തുന്നുണ്ടോ സച്ചി? കുറേ നേരമായി ഞാൻ കേൾക്കുന്നു, പൈസ പൈസ പൈസ. ഇതെന്തിനാ എപ്പോഴും ഓരോ കണക്ക് പറഞ്ഞ് ഇവിടെ കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കണക്ക് പറയും. കാരണം ഞാനാണ് ഇവിടെ ചിലവാക്കുന്നത്. അപ്പം ഞാനല്ലാതെ നിന്റെ കെട്ടിയോൻ കണക്ക് പറയുമോ? നിന്റെ കെട്ടിയോന് നയാ പൈസ കൊണ്ട് നീ കുടുംബത്തിലേക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ല, നീ പറ, എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവന് കുറേ ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഈ കുടുംബത്തിന്റെ ഒരു ചെലവ് നോക്കുന്നില്ല. നിന്റെ ചെലവ് സഹിതം ഇപ്പം ഞാനല്ലേടി നോക്കുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ ശ്രുതിക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും അതും ഇതും ഒക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ശ്രുതിനെ കൊണ്ട് അടിച്ചമർത്തി കേട്ടോ. ശ്രുതി അങ്ങോട്ട് ചെന്നിട്ട്, ദേ നിർത്ത, ഇനി പൈസയുടെ കാര്യം പറയരുത്, ഈ പൈസ ഞാൻ തരും എന്ന് പറഞ്ഞ് നേരെ ചെന്ന് പേഴ്സിനകത്തുനിന്ന് കുറച്ച് പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ സച്ചിയുടെ നേരെ വെച്ച് നീട്ടിയപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എടി ശ്രുതി നീ എന്താ കാണിക്കുന്നത്? വേണ്ട, അവന് പൈസ ഒന്നും കൊടുക്കണ്ട, അവൻ എന്തിനാ പൈസ കൊടുക്കുന്നത്? ദേ ശ്രുതി മിണ്ടാതിരുന്നോണം കേട്ടോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പം ശ്രുതി, നീ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവനെ അതും ഇതുമൊക്കെ വിളിച്ചു പറയും, അതൊക്കെ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളഞ്ഞാൽ പോരെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മോളുടെ കയ്യിലിരിക്കുന്ന പൈസ എടുക്കരുത് കേട്ടോ, അതെന്തിനാ എടുത്ത് ചെലവാക്കണത്? അത് ചെലവാക്കൊന്നും വേണ്ട, ഇവനെ പട്ടി കുരയ്ക്കുന്ന പോലെ കിടന്ന് കുരയ്ക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങോട്ട് വന്നിട്ട്, ആരാ പട്ടി കുരയ്ക്കുന്ന പോലെ കിടന്ന് കുരയ്ക്കുന്നത്? ഞാൻ പട്ടി കുരയ്ക്കുന്ന പോലെ ഒന്നും കിടന്ന് കുരച്ചതല്ല, എനിക്ക് പൈസ കിട്ടിയിരിക്കണം. 7,500 രൂപയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനൊരു 4,500 രൂപ കൊടുക്കത്തുള്ളൂ, ബാക്കി പൈസ ആരാണെന്ന് വെച്ചാൽ തന്നോ, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ചിലവാക്കുന്ന പൈസ ചിലവാക്കാം, ബാക്കിയൊന്നും എനിക്കിവിടെ ചിലവാക്കാൻ പറ്റത്തില്ല. ഞാനേ എല്ലാവരുടെയും ചിലവ് ഫുള്ള് ഏറ്റെടുക്കാനൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ദേ ഇങ്ങതാ, ആ പൈസ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ആ പൈസ അങ്ങ് മേടിച്ചു കേട്ടോ. സച്ചി പൈസ മേടിച്ചിട്ട് സച്ചി അങ്ങ് മാറിപ്പോയി. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി അങ്ങ് റൂമിലേക്കും കയറിപ്പോയി കേട്ടോ. അപ്പം രേവതി പറഞ്ഞു, അയ്യോ എന്തിനാ വെറുതെ ആ പൈസ മേടിക്കണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ദേ മിണ്ടാതിരിക്കും രേവതി, ഈ പൈസ മേടിക്കാതെ പിന്നെ അതെ വാടക കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കണം, പലിശ പൈസ കൊടുക്കണം, ഇതിനെല്ലാം കൂടെ എവിടെന്നാ പൈസ തരുന്നത്? അതുകൊണ്ട് ഇതൊക്കെ ഉള്ളൂ ഒരു ഏക മാർഗം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട്, ഇപ്പം നിനക്ക് സമാധാനമായില്ലേ രേവതി, നീ കാരണമാടി അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി. ഏതായാലും നമ്മുടെ രേവതിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അപ്പം തന്നെ പോവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? രേവതിക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാട്ടോ പോകുന്നത്. അവിടെ ഒരു ഭക്ഷണവും ഇല്ല.
നമ്മുടെ രേവതി വന്നതല്ലേ ഉള്ളൂ, ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടും ഇല്ല ആരും. അപ്പം രേവതി ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ഇപ്പം നീ ഇവിടെ ഉണ്ടാക്കുമൊന്നും വേണ്ട, ഇനി ഇപ്പം നീ അടുക്കളയിൽ കയറി ഉണ്ടാക്കണ്ട, ഞാൻ നിനക്ക് മേടിച്ചു തന്നോളാം, ബാക്കി എല്ലാവരും ഉണ്ടാക്കി തന്നെ കഴിച്ചോളൂ, നീ വരാൻ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതിനെ വിളിച്ചോണ്ട് അങ്ങ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ശ്രുതിയാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ. ശ്രുതിയാണെങ്കിലും എന്ത് പണിയാ ശ്രുതി നീ കാണിച്ചത്, എങ്കിലും നിനക്ക് മനസാക്ഷിയുണ്ടോ, അത്രയും ഒക്കെ പറഞ്ഞില്ലേ സച്ചി എന്നെ, എന്നിട്ട് നീ എന്തെങ്കിലും കമാന്നൊരു അക്ഷരം മിണ്ടിയോ, നീയാണോ ഒരു ഭർത്താവ്, ഇത്രയും നാൾ ഞാൻ സഹിച്ചു, നീ അവന്റെ മുമ്പിൽ ഇങ്ങനെ കല്ല് പോലെ നിൽക്കുന്നത്, നിനക്ക് പറയാൻ വോയിസ് ഇല്ലെന്ന് എനിക്കറിയാം, നീ ചെലവിന് കൊടുക്കാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ മെക്കിട്ട് കയറുകയാണ്. അപ്പൊ ശ്രുതി പോട്ടെ ശ്രുതി, അവൻ അങ്ങനെയൊക്കെ പറയും, അവന് വിവരവും ബോധവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ ചന്ദ്ര വന്നിട്ട് ശ്രുതിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയിട്ടോ. ജോലിക്ക് പോകാമെന്നും പറഞ്ഞ് പോയത് പാർക്കിലേക്കാണ് കേട്ടോ. ഏതായാലും വേലയില്ല, കൂലിയില്ല. അടുത്ത മാസം മുതൽ ശ്രുതി തന്നെ ചെലവ് പൈസ മുഴുവൻ കൊടുക്കണമെന്ന് ശ്രുതി പറയുകയും ചെയ്തു. നമ്മുടെ ശ്രുതി ഏൽക്കുകയും ചെയ്തു. ശ്രുതിക്ക് ഏൽക്കാനല്ലാതെ വേറൊന്നും പറ്റത്തില്ലല്ലോ. ആകെപ്പാടെ നമ്മുടെ ശ്രുതി വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ശ്രുതിയും പോയി. അത് കഴിഞ്ഞപ്പോൾ ചന്ദ്ര ഇങ്ങനെ ശ്രുതിനെ സമാധാനിപ്പിക്കുക, പോട്ടെ സാരമില്ല മോളെ, നമുക്കെല്ലാം ശരിയാക്കാം, അവൻ്റെ അഹങ്കാരം നോക്കിയോ, ഞാൻ കുറയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ സമാധാനപ്പെടുത്തി കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രേവതിനെയും സച്ചിനെയും കാണിക്കുകയാണ്. അവരിങ്ങനെ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഏതായാലും ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനിടയിൽ നമ്മുടെ രേവതി പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അത് സാരമില്ല, നീ വന്നാലും വന്നില്ലേലും ഇവിടുത്തെ വഴക്ക് ഇങ്ങനെ നടക്കും, പിന്നെന്താ നിനക്ക് പ്രശ്നം, അതുകൊണ്ട് നീ ഇപ്പം അതൊന്നും ഓർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട, നീ നിന്റെ കാര്യം നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അല്ലാട്ടോ, നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും കുഞ്ഞിനെയാണ്. ശ്രുതിയുടെ അമ്മയും കുഞ്ഞും ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രുതിനെ കാണാനാണ് കേട്ടോ വരുന്നത്. അപ്പം ബ്യൂട്ടി പാർലറിലേക്കാണ് വരുന്നത്. ശ്രുതിനെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുക. ശ്രുതിനെ കാണാൻ വരുന്നത് തന്നെ ആരോടും പറയാതെയാണ്. ശ്രുതിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് അത്രയ്ക്ക് വയ്യായികയാണ്. അപ്പം കുട്ടീനെ എങ്ങനെയെങ്കിലും ശ്രുതിനെ ഒന്ന് ഏൽപ്പിക്കണം, ഇല്ലെങ്കിൽ ആ കുട്ടി അനാഥനായി പോകും. കാരണം ആ അമ്മയ്ക്ക് അറിയാം അമ്മ ഇനി ഒത്തിരി നാളില്ല എന്നൊരു ഇതാണ് ആ അമ്മയ്ക്കൊരു തോന്നലാണ് ഉള്ളിൽ. അതുകൊണ്ടാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ നടന്നു വരുന്നത് കേട്ടോ. അപ്പം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്ന് ടൗണിൽ കൂടെ വരികയാണ്. ടൗണിൽ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് ശ്രുതിയുടെ അമ്മ തല കറങ്ങി അങ്ങ് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടിയാണെങ്കിൽ അയ്യോ എന്നെ പറ്റി അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി വിളിച്ചടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് 2-3 പേരൊക്കെ എണീറ്റ് വന്ന് കൂടി. അങ്ങനെ ചുറ്റും ആൾക്കാരൊക്കെ കൂടി. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ കാറ് വരുന്നത്. അപ്പോൾ സച്ചി രേവതി നോക്കുമ്പോഴത്തേക്കും ഒരു ആൾക്കൂട്ടം. അപ്പോൾ രേവതി പറഞ്ഞ് നിർത്തിക്കുക, അവിടെ ഒരു ആൾക്കൂട്ടം, എന്താന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നിൽക്കുന്നു നമ്മുടെ ആദിനെ കണ്ടത് ഓടി ചെന്നിട്ട് എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആദി ഇവരെ കണ്ടിട്ട് പ്രതികരിക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി ആ അമ്മേനെയും പൊക്കി വണ്ടി കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അതിനിടയിൽ ആദിനെ എടുത്തു. പക്ഷെ ആദ്യം ഇവരോട് മിണ്ടുന്നതേ ഇല്ല. കാരണം ഉണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ശ്രുതി പറഞ്ഞായിരുന്നല്ലോ രേവതിയായിട്ടൊരു കൂട്ടും പാടില്ല, രേവതിയായിട്ട് മിണ്ടാൻ പാടില്ല, രേവതിയെ നോക്കാൻ പാടില്ല എന്നൊക്കെ ശ്രുതി വാക്കു മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടി ഇവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തത്. പക്ഷെ രേവതിക്ക് ഇത് മനസ്സിലാവുന്നുമില്ല. ഏതായാലും ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ് സിസ്റ്റർമാർ പറഞ്ഞു ഇത് കുറച്ച് പ്രശ്നമാണ്, BP ഹൈ ആയി പോയതാണ്, അപ്പോൾ അത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ പരിചയത്തിലുള്ളതാണ്, അറിയാം, അല്ലാതെ വേറൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ആണെങ്കിൽ രേവതിയോടും സച്ചിയോടും മിണ്ടാത്തത് കൊണ്ട് തന്നെ രേവതിയും സച്ചിയും കൂടി ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ നീ എന്താ മിണ്ടാത്തത്, രേവതി അന്നീനെ മറന്നുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ കുട്ടി ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ സച്ചി പറഞ്ഞു കുട്ടിയല്ലേടി മറന്നൊക്കെ പോയതായിരിക്കും, സാരമില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യുക, ഇപ്പം ട്രിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഈ സ്ത്രീയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, ഏതായാലും നിങ്ങൾ പോകുവാണെങ്കിൽ പോയിട്ട് വന്നോ, ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ രേവതിയും പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് ആദിമോനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി അവനെന്തെങ്കിലും കൊടുക്കാം, അവനാകെ തളർന്ന് നിൽക്കുകയല്ലേ, പിന്നെ നമുക്കൊന്ന് ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മയുടെ. പക്ഷേ ഫോണ് നിലത്ത് വീണപ്പോൾ പൊട്ടിയായിരുന്നു. അതുകൊണ്ട് അത് സ്വിച്ച് ഓഫ് ആയി പോയതുകൊണ്ട് അതിൽ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അതിനിടയ്ക്ക് രേവതി പറയുന്നുണ്ട് ഇവിടെ ഇവരുടെ മോളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം മോളെ ഒന്ന് കണ്ടു കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏൽപ്പിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. മോളെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സത്യങ്ങളും വെളിയിൽ വരില്ലേ. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് നമ്മുടെ രേവതി സച്ചിയും കൂടെ കുട്ടീനെ കൊണ്ട് നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, നമ്മുടെ സച്ചിയുടെ രേവതിയുടെയും വീട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെ അവിടെ കൊണ്ടുചെന്ന് കയറുമ്പോൾ ചന്ദ്രൻ നോക്കുമ്പോഴത്തേക്കും ഒരു കൊച്ചിനെയും തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പം ചന്ദ്രയ്ക്ക് അറിയാലോ ആദീനെ കണ്ടതും ചന്ദ്രയ്ക്ക് മനസ്സിലായി ഇത് ആ കൊച്ചാണല്ലോ എന്ന്.
ഇവരെ കണ്ട ഉടനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു എങ്ങോട്ടാന്ന് ചോദിച്ചു. ഇത് എന്താ തോളിലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു കണ്ടാ മനസ്സിലാവില്ലേ, ഇത് കുഞ്ഞാ തോളില്. കുഞ്ഞാണെന്ന് മനസ്സിലായി. ഇത് എങ്ങോട്ടാ ഇതിനെ കൊണ്ട് പോകുന്നത്? ഓരോ മാരണത്തിനെയും വിളിച്ചോണ്ട് വന്നോളും. അല്ല നീ എന്തിനാ ഇപ്പൊ ഇതിനെ ചുമന്നോണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അത് പിന്നെ അമ്മേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊന്നുമല്ല, ഇവന്റെ അമ്മ തല കറങ്ങിയൊക്കെ വീണു, അപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ ശ്രുതി ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുക റൂമിന്റെ സൈഡിലിരുന്ന് നോക്കിയപ്പോഴത്തേക്കും ആദീനെ പിടിച്ചോണ്ട് വരുന്നു. അമ്മ തല കറങ്ങി വീണെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ഷോക്കായി പോയി നിൽക്കുകയാണ്. അപ്പൊ ആദ്യം ഉറങ്ങാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു അമ്മേ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഒരു ഉപകാരം ചെയ്യാൻ പറ്റത്തുള്ളൂ, അമ്മ എന്തിനാ ഇതിലൊക്കെ കയറി ഇടപെടുന്നതെന്ന് വെച്ചപ്പോൾ ഇത് എന്റെ വീടാടാ, ഇതിൽ ഞാൻ ഇടപെടുന്നു പറയുമ്പം അമ്മ പോയി ആധാരം എടുത്തോണ്ട് വാ. ആധാരം എടുത്തോണ്ട് വന്നിട്ട് ഇത് അമ്മയുടെ വീട് മാത്രമാണോ എന്ന് നോക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി നമ്മുടെ ചന്ദ്ര. ആധാരം വല്ലതും എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ തീർന്നില്ലേ. അങ്ങനെ ചന്ദ്ര പറഞ്ഞു ആധാരം ഒന്നും വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതുപോലെയുള്ള ജന്തുക്കളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പാടില്ല, ഇതൊക്കെ ഏത് വർഗത്തിൽപ്പെട്ടതാന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതിന്റെയൊക്കെ തള്ളയൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇതിനെ പിഴച്ചു വെച്ചിട്ട് വല്ലതും പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ടാത്തതും ഇങ്ങനെ ഓരോന്ന് പറയുക. ശ്രുതി ഇത് കേട്ടോണ്ടിരിക്കും. അപ്പൊ ശ്രുതിക്കാണെങ്കിൽ ശ്രുതിനെയാണല്ലോ പറയുന്നത്. ശ്രുതിനെ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല നമ്മുടെ ചന്ദ്ര, എങ്കിൽ പോലും ശ്രുതിനെയാണല്ലോ പറയുന്നത്. അമ്മേനെ കുറിച്ച് പറയുന്നു, ആ കൊച്ചിന്റെ കുടുംബക്കാരെ കുറിച്ച് പറയുന്നു, ഈ വീട്ടിൽ ഇങ്ങനെയുള്ളതിനെ കയറ്റാൻ പാടില്ലെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അവർ ഓരോന്ന് കുത്തി ചന്ദ്ര പറയുമ്പോൾ കൊള്ളുന്നതെല്ലാം നമ്മുടെ ആർക്കിട്ടാണ്, ശ്രുതിക്കിട്ടാണ്. അപ്പൊ രേവതി ഇങ്ങനെ പറയും അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മയൊന്ന് ഓർത്ത് നോക്കിയേ, അമ്മ ഈ പറയുന്നതൊക്കെ ഈ കുഞ്ഞിന്റെ അമ്മയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ, ആ സ്ത്രീയുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും, അമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ പോകുന്നു, അമ്മ ഒരു സ്ത്രീയല്ലേ, അമ്മ ഒരു അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ നിർത്തടി, ഒരമ്മ വന്നേക്കുന്നു. ഞാനൊരു കാര്യം പറയാം, പെട്ടെന്ന് ഈ ജന്തുവിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോണം, അല്ലാതെ ഇതിനെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തൊന്നുമില്ല. എവിടെയൊക്കെ നിരങ്ങിയിട്ട് വന്നാന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഇനി ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടതേ ഈ സെറ്റിൽ കൂടെയും ഇതിലെ കൂടെയും കട്ടിലിൽ കൂടെയൊക്കെ കയറി ഓടിപ്പാഞ്ഞ് നടക്കും ജന്തുക്കള്. എനിക്ക് ഈ വക കേസ് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മ പോയി പണി നോക്ക്, ഞാൻ ഇവനെ കൊണ്ടുവരികയും ചെയ്യും, ചിലപ്പോൾ ഇന്ന് ഇവനെ ഇവിടെ നിർത്തുകയും ചെയ്യുന്നു പറഞ്ഞു. ഇവനിവിടെ നിർത്തുകയും ചെയ്യുന്നു പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വീണ്ടും കൂടി ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ഏതായാലും ശ്രുതി ആ നിമിഷം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഹോസ്പിറ്റലിൽ ഏതാന്നൊക്കെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ പറയുന്നത് ശ്രുതി കേട്ടായിരുന്നു. അതുകൊണ്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് വിടുന്നത്. അങ്ങനെ ശ്രുതി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ ബോധമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോളെ കണ്ടതും മോളെ എങ്ങനെയാ മോളെ വിവരം അറിഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ ഞാൻ അറിഞ്ഞു. ആദ്യം ഇപ്പം എവിടെ ഉള്ളതെന്ന് അറിയാമോ അമ്മയ്ക്ക്? ആദ്യം ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. എനിക്കറിയില്ല എന്ത് ചെയ്യുന്ന. ആ രേവതി സച്ചിയും കൂടെ രേവതി സച്ചിയ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എനിക്ക് അല്ലാതെ വേറൊന്നും അറിയില്ല മോളെ. അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? അമ്മയ്ക്ക് എന്തിൻ്റെ സൂക്കേടാ? ഞാൻ അമ്മയോട് പല തവണ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന്. അത് പിന്നെ മോളെ എനിക്ക് വയ്യായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. ഞാൻ ആദിമോന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ച് നടക്കുക. അവനെ എവിടെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ചാൽ മതി, എനിക്ക് വേറെ ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ കാരണം ഇപ്പം എൻ്റെ ജീവിതവും ഒക്കെ പോകും. അമ്മ എന്തിനു ഇതുപോലെ ക്രൂരത എന്നോട് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ വയ്യാണ്ട് കിടക്കുന്ന തള്ളേനെ ഇട്ട് ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പേടിപ്പിച്ച് ആ തള്ളയ്ക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല ശ്രുതി. ഈ സമയം കൊണ്ട് നമ്മുടെ രേവതി സച്ചിയും കുഞ്ഞിനെയും കൊണ്ട് വരികയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. രേവതി സച്ചിയും കുഞ്ഞിനെയും കൊണ്ട് വരുന്ന ഈ സമയത്ത് ശ്രുതി നേരെ പോയി കർട്ടന്റെ മറവിൽ പോയി ഒളിച്ചിരിപ്പുണ്ട്. ഏതായാലും ശ്രുതിനെ കാണുന്നില്ല. ശ്രുതിയാണ് ഈ നമ്മുടെ ഈ അമ്മയുടെയും മകന്റെയും മോളെന്നറിയുന്നില്ല, നമ്മുടെ ആദിയുടെ അമ്മയാണെന്നൊന്നും അറിയുന്നില്ല, ശ്രുതിയാണെന്നൊന്നും അറിയുന്നില്ല. അപ്പം നമ്മുടെ ശ്രുതി പതുക്കെ ഒഴിഞ്ഞു മാറി ആരും കാണാതെയൊക്കെ കുറച്ച് തട്ടിമുട്ടിയൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടക്കുകയാണ്, രേവതിനെയും സച്ചിനെയും കാണാതെ. ഏതായാലും രേവതിയും സച്ചിയും വരുന്നു. രേവതി സച്ചിയും വന്ന് രേവതി അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പൊ പിടിക്കപ്പെടുന്നു ഇങ്ങനെ നമുക്ക് തോന്നും കേട്ടോ. കാരണം നിങ്ങളുടെ മകൾ എവിടെയാണ്, നിങ്ങളുടെ മകളുടെ ഫോട്ടോ കാണിക്കുക എന്നൊക്കെ നമ്മുടെ രേവതി നിർബന്ധിച്ച് പറയുന്നുണ്ടെങ്കിലും ആ അമ്മ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അതിൽ തന്നെ കുറച്ച് സംശയമൊക്കെ നമ്മുടെ രേവതിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ശ്രുതിനെ കാണുന്നൊന്നുമില്ല. അവിടെ ശ്രുതി ഒഴിഞ്ഞു മാറി തന്നെ നടക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ശ്രുതിയുടെ അമ്മേനെയും കുഞ്ഞിനെയും കൂട്ടി പോകുന്നത്. രേവതിയും സച്ചിയും കാണാതെ അവരോട് പറയാതെ തന്നെ പോകുന്നത്. പക്ഷേ ഇവർക്കിത് അറിയില്ലല്ലോ.
ഏതായാലും കണ്ടുപിടിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പം അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ കൂടുതലും നമ്മുടെ ശ്രുതി പിടിക്കപ്പെടും എന്ന ഒരു ആകാംക്ഷയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഏതായാലും ശ്രുതി പിടിക്കപ്പെടാൻ പോകുന്നില്ല ഇപ്പോഴൊന്നും. ശ്രുതി പിടിക്കപ്പെടണമെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് എല്ലാവർക്കും നാളെ നമുക്ക് ഇനിയിപ്പോൾ ഓണമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.